നാണം കെടുമ്പോഴും വളരെ പവർഫുൾ ആയിട്ട് നാണം കെടണം എന്നുള്ളതാണ് എന്റെ പോളിസിയിൽ നിന്ന് അന്ന് ആ ബസ്സിൽ നിന്ന് അത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് അത്രയും പവർഫുൾ ആയിട്ട് നാണം കെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ലൈക്ക് ആരെങ്കിലും കളിയേക്കുമ്പോൾ നമ്മൾ നാണം കെടും, ചീത്ത പറയുമ്പോൾ നമ്മൾ നാണം കെടും, വീഴുമ്പോൾ നമ്മൾ നാണം കെടും. അങ്ങനെ നാണം കെടലുകൾ പല വിധമാണ്. പക്ഷേ ബസ്സിൽ കമ്പി ഇളക്കിയെടുത്തിട്ട് നാണം കെട്ട ആരെങ്കിലും നിങ്ങൾക്കറിയോ? എന്നാൽ നിങ്ങൾ കൺകുളിർക്ക കണ്ടോ ബസ്സിൽ കമ്പി വരെ ഇളക്കിയെടുത്തിട്ട് വളരെ പവർഫുൾ ആയിട്ട് നാണം കെട്ട ഒരു വ്യക്തിനെ? സത്യം പറഞ്ഞാൽ ഏതോ കഷ്ടകാലം പിടിച്ച നേരത്താണ് എനിക്ക് ആ ബസ് കയറാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ആ ബസ് കയറിയിട്ട് ആ കമ്പിനെ പിടിക്കാൻ എനിക്ക് തോന്നും. ഇനി ഞാൻ പിടിച്ചതിന് ശേഷം ഒരു 2 വളവ് തിരിണ്ട് 2 ബ്രേക്ക് എടുക്കുമ്പോഴേക്കും ആ കമ്പി എന്റെ കയ്യിൽ ഇങ്ങോട്ട് പോരും. ഒരു നിമിഷം ഞാൻ തന്നെ അന്തം വിട്ട് പോയി. എനിക്ക് ഇത്രയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും എന്റെ തലയിൽ കൂടെ ചാടാങ്ങിയത് വലിയ ഭാഗ്യം. ഇനി അതൊന്നല്ല കോമഡി, ഈ കമ്പി അങ്ങോട്ട് കണ്ടക്ടർ വാങ്ങിച്ചിട്ട് താഴത്ത് വെച്ച് ഞാൻ ചുറ്റും നോക്കി. അപ്പൊ എല്ലാരും എന്നെ നോക്കി നിൽക്കുക, ഞാൻ ഏതോ അന്യഗ്രഹ ജീവിയാണെന്ന് വെച്ചിട്ട്. ഒക്കത്തിന് മോത്തിക്ക് നോക്കിയോ പല പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. പിന്നെ ഞാൻ ആരും മോത്തിക്ക് നോക്കാൻ നിന്നില്ല, ഞാൻ താഴത്തേക്ക് അങ്ങോട്ട് നോക്കിയിരുന്നു. താഴത്തേക്ക് നോക്കിയിരുന്നപ്പോൾ എനിക്ക് ആ ഭൂമി അങ്ങോട്ട് പിളർന്നിട്ട് അതിന്റെ ചോട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങി പോയെന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. പക്ഷെ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്റെ സ്റ്റോപ്പ് എത്തിയിട്ടില്ല. എനിക്ക് അവിടെ ഇറങ്ങി പോകാനും പറ്റൂല. പിന്നെ അവിടെ ഞാൻ ആ സ്റ്റോപ്പ് എത്തുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ ആരും മോത്തേക്ക് നോക്കാതെ, ഞാൻ ഒരു റിയാക്ഷൻസും പുറത്ത് കാണിക്കാതെ, ഞാൻ എന്റെ സ്ഥായി ഭാവത്തിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ആ ബസ് സ്റ്റോപ്പ് എത്തുന്നവരെ. അതാണെങ്കിലോ ആ ബസ്സിലൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്, നാണം കെടുകയാണെങ്കിൽ ഇങ്ങനെ പവർഫുൾ ആയിട്ട് നാണം കെടണം, ചെറുതായിട്ടൊന്നും നാണം കെടാൻ പാടില്ല.